ഹലോ മക്കളെ, അഭിസാറാണ്. എടാ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ബയോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ മാറ്റം പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ നമ്മളെ ബാധിക്കുന്നതെന്ന് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എടാ, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിൽ ഫോട്ടോസിന്തസിസിനെ കുറിച്ചും പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് മൂലം ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചും എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസിലെ ഫേസുകളെ കുറിച്ചും ആ ബൈ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ ആയിരുന്നു അതിൽ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലോ ടു ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പക്ഷേ ആ കണ്ടന്റ് തന്നെ എടുത്ത് ഇതിൽ വെച്ചിരിക്കുക എന്നുള്ളൂ കുറച്ചൊരു അവിയൽ പരുവത്തിലാക്കി കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടു ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എന്തായാലും പറയുന്നത് ഫോട്ടോസിന്തസിസ് ഉണ്ട്. അതിൽ കൂടാതെ പ്ലാസ്മ മെമ്പറിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മെറ്റാബോളിസം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പേരായിരുന്നു ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് അഥവാ ആഹാരം അന്നപഥത്തിലൂടെ എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിലെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്ന നമ്മുടെ മൂന്നാം ചാപ്റ്റർ ആയിരുന്ന സർക്കുലേറ്ററി സിസ്റ്റത്തിലെയും കൂടെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡൈജഷനും സർക്കുലേഷനും കൂടി ഒരു ചാപ്റ്റർ ആയിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, എന്താണ് അതിൻ്റെ പ്രോസസ്സുകൾ, എന്താണ് പാർട്സ് ഇൻവോൾവ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ടിൽ വരുന്ന കാര്യങ്ങളും പ്രോസസ്സും അതിൻ്റെ ഡിസീസും അതുപോലെ പ്ലാന്റ്സിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ ആയിരുന്ന എക്സ്ക്രീഷനും അതുപോലെ തന്നെ ബ്രീത്തിങ് ഫോർ എനർജിയും കൂടി ക്ലബ് ചെയ്തിട്ട് ഇവിടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്നുള്ള ഒരു ചാപ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ അവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്ററുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിക്സ് ആക്കി അവിയൽ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ഒട്ടും ഭയക്കേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ പഠിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുക. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ലേ? അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഏഗൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏഗണിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഏഗൺ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളൊക്കെ ഡെയിലി കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലടാ. നിങ്ങൾ സുഖമായിട്ട് 9ാം ക്ലാസ്സിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഏഗൺ ഈസ് വിത്ത് യു. താങ്ക് യു.